ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് നാളിന് ശേഷം നമ്മൾ വീണ്ടും ഓഡിയോ സിസ്റ്റംസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 പ്രോഡക്റ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹമാൻ്റെ പ്രോഡക്റ്റ്സാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു കാർ സ്റ്റീരിയോ ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാർ സ്റ്റീരിയോ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതാണോ കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പീക്കേഴ്സാണ്. ഹമാൻ്റെ തന്നെ സ്പീക്കേഴ്സ്, ഒരു 25 വോട്ടിൻ്റെ സ്പീക്കേഴ്സ്. ഓക്കെ, അടുത്തത് ഒരു ആമ്പ്, ഹമാൻ്റെ തന്നെ ആമ്പ് 1500 വോട്ടിൻ്റെ 300 RMS പ്രൊവൈഡ് ചെയ്യുന്നൊരു ആമ്പാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് വലിയ സാധനം, ഒരു സബ്വൂഫറാണ് കേട്ടോ. ഹമാൻ്റെ തന്നെ 2700 വോട്ടിൻ്റെ ഒരു സബ്വൂഫറാണ്, 300 RMS പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങും കുറച്ച് സ്പെസിഫിക്കേഷൻസും എല്ലാം ഞാൻ പറയാം. നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 QR കോഡുണ്ട്. ആൻഡ്രോയിഡിനും iOSനും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ഫോണിനകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ 1 വർഷത്തെ വാറണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നോട്ടിച്ചെന്ന് പറയാം. LCD ഡിസ്പ്ലേ വരുന്നുണ്ട്, ID3 ടാഗ്, ഫോൾഡർ ഫങ്ഷൻസ് വരുന്നുണ്ട്, വോളിയം കൺട്രോൾ വരുന്നുണ്ട് എൻകോഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ റിയൽ ടൈം ക്ലോക്ക് ഫങ്ഷനും വരുന്നുണ്ട്. ഇലക്ട്രോണിക് EQ, പോപ്പ്, റോക്ക്, ക്ലാസിക്, ഫ്ലാറ്റ്, അങ്ങനെ കുറേ ഇക്വലൈസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ 50 വോട്ടിൻ്റെ 4 ഔട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഒരേപോലെ. അതുപോലെ ലോ ഇംപെഡൻസ് RCA ലൈൻ ഔട്ട് പ്ലഗ്സ് വരുന്നുണ്ട്. USB ഫോർ മ്യൂസിക് ആൻഡ് DC 5 വോൾട്ട് ചാർജിങ് എന്ന് വെച്ചാൽ നമ്മുടെ USB കണക്ടിവിറ്റിയുടെ കാര്യമാണ് അവർ പറയുന്നത്. ചാർജിങ്ങിന് ഉപയോഗിക്കാം, 5 വോട്ടിൻ്റെ ചാർജിങ്ങിനും. അതുപോലെ തന്നെ FM വരുന്നുണ്ട്, സ്റ്റേഷൻ സീക്ക്, പ്രീസെറ്റ് സ്കാന് കാര്യങ്ങളെല്ലാം FM-നകത്ത് വരുന്ന ഫീച്ചേഴ്സ്. ഓട്ടോമാറ്റിക് മെമ്മറി പ്രീസെറ്റ് സ്റ്റോർ ഉണ്ട്, അതിനകത്ത് തന്നെ മെമ്മറി ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഓർത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് പാനൽ 3.5 mm ഓക്സ് ഓഡിയോ ഇൻപുട്ട് വരുന്നുണ്ട്. സപ്പോർട്ട് MP3 പ്ലേബാക്ക്, USB-യിൽ നിന്നും SD കാർഡിൽ നിന്നും MMC കാർഡിൽ നിന്നും എല്ലാം ഇതിൽ നിന്ന് പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വയർലെസ് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഫംഗ്ഷനും വരുന്നുണ്ട്. പിന്നെ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. കമ്പനിയുടെ ISO മാർക്കിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് വരുന്നത് മൊത്തത്തിൽ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ കാറിനകത്ത് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളും വയറുകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്, വാറണ്ടി കാർഡ്. പിന്നെ മാനുവലാണ്, യൂസർ മാനുവലും ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 2 നമ്മുടെ ഇത് കണക്ട് ചെയ്യാനുള്ള, കാറിനകത്ത് കണക്ട് ചെയ്യാനുള്ള 2 കമ്പികൾ. പിന്നെ അതുപോലെ തന്നെ റിമോട്ട് ഒരു അത്യാവശ്യം എല്ലാ ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് സ്റ്റീരിയോ ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. ഓക്കെ, ഇത് കട്ട് ചെയ്ത് വെളിയിലോട്ട് എടുക്കണം. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്, ഡിസൈനിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കാറിനകത്ത് കണക്ട് ചെയ്യാനുള്ള ഓഡിയോ ഔട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ മെയിൻ പവറിൻ്റെതും ഓഡിയോ കണക്ട് ചെയ്യുന്നതും. പിന്നെ ഇതിനകത്ത് കുറേ സ്വിച്ചസ് ഇതിൽ തന്നെ വരുന്നുണ്ട്, റിമോട്ടിലല്ലാതെ തന്നെ കുറേ വരുന്നുണ്ട്. ഇക്വലൈസറിൻ്റെ വരുന്നുണ്ട്, ഓക്സ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോളിയം കൺട്രോളും കാര്യങ്ങളും എല്ലാം മോഡ് വരുന്നുണ്ട്, മ്യൂട്ട് കാര്യങ്ങൾ, ലൗഡ്, ബ്ലോക്ക്, പിന്നെ കുറേ സ്വിച്ചസ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ USB മൈക്രോ SD ഇവിടെ വരുന്നുണ്ട്, USB ഇവിടെയും വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന്, ഓക്കെ, നമ്മുടെ USB ഇവിടെയാണ് വരുന്നത്, USB പോർട്ട്. ഇതിനകത്ത് ചാർജിങ്ങും ചെയ്യാൻ പറ്റും, 5 വോട്ടിൻ്റെ ചാർജിങ്ങും പറ്റും. അതുപോലെ തന്നെ നമുക്ക് USB-യും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ MP3 പ്ലെയറിൻ്റെ മോഡൽസും കാര്യങ്ങളുമാണ്. IR ലൈറ്റ് ഇവിടെയാണ് വരുന്നത്, നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യാനുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് റിമോട്ട് ഒന്ന് പുറത്തെടുത്ത് കാണിക്കാം.
ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. ഓക്കെ, അല്ല ഇതാണ് നമ്മുടെ റിമോട്ട്. ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വോളിയം കൺട്രോൾ, നെക്സ്റ്റ്, ഫോർവേഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മോഡ് കൺട്രോൾ ചെയ്യാനുള്ള മ്യൂട്ട് അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് സ്റ്റീരിയോയ്ക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നല്ല വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഹമാൻ്റെ വാറണ്ടി കാർഡ് എ ക്ലാസ് അപ്പാർട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ബ്രാൻഡാണ് ഹമാൻ. അത് നമുക്ക് ജസ്റ്റ് പുറത്തെടുത്ത് പോകാം. 25 വാട്ടിൻ്റെ 2 സ്പീക്കേഴ്സാണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീക്കർ കാര്യങ്ങൾ വന്നിരിക്കുന്നതിനകത്ത്. ഇത് സ്പീക്കറിൻ്റെ ഒരു കവറിങ് ആണ്. സ്ക്രൂ ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ഇവിടെ 25 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കറായിരിക്കും. ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പീക്കറായിരിക്കും. ഓക്കെ, നമ്മൾ തിരിച്ചത് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അതിന് മുമ്പ് ബോക്സിനകത്ത് എക്സ്ട്രാ വല്ല ഫീച്ചേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് 4x2 വേ കോക്സൽ സ്പീക്കേഴ്സ്, PP കോൺ വിത്ത് റബ്ബർ എഡ്ജസ്, 25 mm ASB വോയിസ് കോയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മൈലാർ ബാലൻസ് ഡോം ട്യൂറ്റേഴ്സ് വരുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇമ്പൻഡൻസ് കൊടുത്തിട്ടുണ്ട്. പവറും റേറ്റഡ് പവറും മാക്സ് പവറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് HMCS 430 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. നമുക്കിത് തന്നിരിക്കുന്നത് ജയ എൻ്റർപ്രൈസസ് ആണ് വിളിയാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുള്ളത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റീരിയോയ്ക്ക് വരുന്നത് 2500 രൂപയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ആമ്പാണ് ഇനി വന്നിരിക്കുന്നത്. നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ബോക്സ് ഫീച്ചേഴ്സ് നോക്കാം. 1500 വാട്ടിൻ്റെ ഒരു ആമ്പാണ്. 300 RMS ആണ് പവർ വന്നിരുന്നത്. അതുപോലെ തന്നെ പീക്ക് പവറാണ് 1500 വാട്ട്. പിന്നെ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നതാണ് ക്ലാസ് A or B മോസ്ഫെറ്റ് പവർ സപ്ലൈ 2 ചാനലിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സബ്സോണിക് ഫിൽറ്റർ, ഫ്യൂസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്യൂസ് വരുന്നുണ്ട് ഇൻബിൽഡായിട്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ചാനൽ ഹൈ പെർഫോമൻസ് കാർ ആംപ്ലിഫയർ, പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ട് 1500 വാട്ട് PMPO. കണ്ടിന്യൂസ് പവർ RMS ആണ് 300 വാട്ട് വരുന്നത്. മറ്റേത് പീക്കാണ്. അതുപോലെ സ്റ്റീരിയോ ഔട്ട്പുട്ട് 75 വാട്ടിൻ്റെ 2 എണ്ണം. അതുപോലെ തന്നെ 150 വാട്ടിൻ്റെ 2 എണ്ണം. ബ്രിഡ്ജഡ് ഔട്ട്പുട്ട് 300x1. ക്ലാസ് A or B മോസ്ഫെറ്റ് സർക്യൂട്ട്, ഫ്രീക്വൻസി റെസ്പോൺസസ് കാര്യങ്ങൾ, PWM മോസ്ഫെറ്റ് പവർ സപ്ലൈസ്, വേരിയബിൾ ഹൈ ഓർ ലോ പാസ് ക്രോസ് ഓവർ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാസ് ബൂസ്റ്റ് സംതിങ് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ 1 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ QR കോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത്രേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓക്കെ, ഇതിനകത്ത് വന്നിരിക്കുന്ന റേറ്റ് 4500 രൂപയാണ്. റേറ്റ് വ്യത്യാസം വരും. അത് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരുടെ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, കട്ട് ചെയ്യാം. ഓക്കെ, വേറെ സ്റ്റിക്കർ അളവ് തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് നശിപ്പിക്കേണ്ട. നോക്കാം. ഇതാണ് നമ്മുടെ ആമ്പ് വരുന്നത്. ഒരു മാനുവൽ വരുന്നുണ്ട്. ആദ്യമേ തന്നെ കാർ ആംപ്ലിഫയറിൻ്റെ ഓപ്പറേഷൻ മാനുവൽ വരുന്നുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫുൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അടുത്തത് ഇതിൽ വരുന്നത്. ഓക്കെ, നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇതുള്ളതല്ലേ. ഓക്കെ, നമ്മുടെ അസൂസിൻ്റെ ഫോൺസിനകത്തൊക്കെ വരുന്ന പോലെ ചെറിയൊരു പുഷപ്പ് ഫീച്ചർ വരുന്നുണ്ട് നമ്മളിത് പൊക്കിയെടുക്കുമ്പോൾ. ഓക്കെ, ഇനി ബോക്സിനകത്ത് എക്സ്ട്രാ വല്ലതും വരുന്നുണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എക്സ്ട്രാ ഓക്കെ ഫ്യൂസാണ് തോന്നുന്നു. ഫ്യൂസും നട്ട്സും കാര്യങ്ങളൊക്കെയാണ്, സ്ക്രൂ ഒക്കെയാണ് വരുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആമ്പൊന്ന് നോക്കാം. നല്ലൊരു പാക്കിങ് കേട്ടോ.
അവരിത്രയും ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി തിരിച്ച് ഞാൻ അതേപോലെ പാക്ക് ചെയ്യണമല്ലോ. ഓക്കെ, അല്ല ഫുള്ള് ലൂസാക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അങ്ങനെ അവസാനം ആമ്പ് പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഫിനിഷിങ് ആയിരുന്നു. ഒരു കോപ്പർ ഫിനിഷിങ് എന്ന് വേണമെങ്കിൽ പറയാം. കോപ്പർ കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ നല്ലൊരു ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കവറിങ്ങും എക്സ്ട്രാ ക്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളും ഒന്നും കയറി ബ്ലോക്ക് ആകാതിരിക്കാൻ. പിന്നെ കുറേ പോർട്ടുകളും കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്, പവറിൻ്റെയും കാര്യങ്ങളുടെയും. പിന്നെ ക്രോസ് ഓവർ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണക്ടിവിറ്റി ഇൻപുട്ടും ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടെർബിൾ ബൂസ്റ്റ്, ബാസ് ബൂസ്റ്റ്, ഗെയിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് എന്താണ് ഒരു ആംപ്ലിഫയർ തപ്പി നടക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഓക്കെ, അടുത്തത് അവർക്ക് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഫുൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇതോ ഈ സൈഡിലാണ് നമ്മുടെ പവർ ഇൻപുട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത്. സ്പീക്കർ ഇൻപുട്ട്സും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്യൂസും വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഫ്യൂസ് നമുക്ക് അകത്ത് കിടപ്പുണ്ട് ബോക്സിനകത്ത്. ഓക്കെ, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഫിനിഷിങ് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, കോപ്പർ ഫിനിഷിങ്. ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. താണ്ട ഫ്രണ്ട് ഞാൻ ഇപ്പോഴാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഹമാൻ എ ക്ലാസ് അപ്പാർട്ട്, ഒരു 3D കട്ടിങ് വന്നിരിക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ മോഡലും കാര്യങ്ങളും വരുന്നുണ്ട്. മാക്സ് പവർ ഔട്ട്പുട്ട് വരുന്നത് 1500 വാട്ടും 300 RMS ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സബൂഫറാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബോക്സിനകത്ത് വന്നേക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യോ, എവിടെയാണ് ഫീച്ചേഴ്സ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ISO കൊടുത്തിട്ടുണ്ട്, ഇവരുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് ഫോം എഡ്ജ്, ബ്ലാക്ക് PP കോണാണ് വരുന്നത്. അതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ 38 mm വോയിസ് കോയിലും വരുന്നുണ്ട്. 943 ഗ്രാമിൻ്റെ സ്ട്രോങ്ഷി മാഗ്നറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമ്പിഡൻസ് 4 ohm + 4 ohm ആണ് ഇമ്പിഡൻസ് വരുന്നത്. അതുപോലെ ഡ്യുവൽ വോയിസ് കോയിലാണ് വരുന്നത്. 900 വാട്ട് റേറ്റഡ് പവറാണ് വരുന്നത്. അതുപോലെ 2400 വാട്ട് മാക്സിമം പവറും വരുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് 35 to 1400 ഹെർട്സ് ആണ് വരുന്നത്. സെൻസിറ്റിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 86 dB. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് കണ്ടൻറ്റൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്കിനി ബോക്സ് കണ്ടൻറ്റ് നോക്കാം. ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്നൊക്കെ. ഇത് എന്താണ്? എന്തോ മാനുവലാണെന്ന് തോന്നുന്നു. അവരുടെ ടെംപ്ലേറ്റ് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് ഇനി ഹമാൻ്റെ അവരുടെ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് തന്നെ നമ്മുടെ സബൂഫറാണ് ഇനി ഇരിക്കുന്നത്. മെയിൻ സബൂഫറാണ്. അതിൻ്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ, 12 ഇഞ്ചിൻ്റെ സബൂഫറാണ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ഇവിടെ എന്തോ ഒരു പേപ്പർ വരുന്നുണ്ട്, വാറണ്ടി ആയിരിക്കും, നോക്കാം. ഓക്കെ, വാറണ്ടിയാണ് വരുന്നത്. ഹമാൻ്റെ വാറണ്ടിയാണ് വരുന്നത്. നമുക്കിത് വയ്ക്കാം. ബോക്സ് മാറ്റിയിട്ട് സബൂഫർ നോക്കാം. സബൂഫറിൻ്റെ ഓക്കെ, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 12 ഇഞ്ചിൻ്റെ ഒരു സബൂഫറാണ്. ഹമാൻ എ ക്ലാസ് അപ്പാർട്ട് എന്നും പറഞ്ഞ് അവരുടെ ലോഗോയും കാര്യങ്ങളും ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു തരക്കേടില്ലാത്ത മോശമില്ലാത്തൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഒന്ന് നോക്കാം. സിംഗിൾ മാഗ്നറ്റാണ്, ഡ്യുവൽ മാഗ്നറ്റ് അല്ല വന്നിരിക്കുന്നത്, സിംഗിൾ മാഗ്നറ്റാണ്. അതുപോലെ തന്നെ ഡ്യുവൽ കോയിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതാ 2 പോർട്ടുകൾ ഇവിടെ കാണാം, ഇവിടെയായിട്ട് കാണാം. ഓക്കെ, പിന്നെ 12 ഇഞ്ചിൻ്റെ സബൂഫറും അതിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 900 വാട്ടാണ് റേറ്റഡ് പവർ പറയുന്നത്. 300 RMS ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബൂഫറിൻ്റെ മൊത്തത്തിൽ ഒരു ഓൾറൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു മെറ്റൽ ലുക്കൊക്കെ വരുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ലൊരു
ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഫ്രെയിമിലോട്ടും കാര്യങ്ങളൊക്കെ, ഫ്രെയിമൊക്കെ നോക്കുവാണെങ്കിൽ നല്ല മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ നെറ്റ് പോലത്തെ ഡിസൈൻസ്, നമ്മുടെ എയർ പുറത്തോട്ട് പോകാനുള്ള ഡിസൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്പീക്കറാണ്, മാഗ്നറ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മാഗ്നറ്റാണ്, നല്ലൊരു മെറ്റൽ ക്യാപ്പിംഗ് ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓൾറൗണ്ട് നോക്കുമ്പോൾ കൊള്ളാം. നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഓപ്റ്റ് ചെയ്ത് നോക്കാവുന്നതിൽ നല്ലൊരു സബ്വൂഫറാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് JBL ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. JBL ആയിട്ടൊക്കെ കട്ടയ്ക്ക് നിൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റുകളൊന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് സ്റ്റീരിയോ പറയാം. സ്റ്റീരിയോ അല്ലേ ആദ്യമേ ചെയ്തത്. സ്റ്റീരിയോയുടെ റേറ്റ് വരുന്നത് 2500 രൂപയാണ്. അടുത്തത് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ റേറ്റ്. സ്പീക്കേഴ്സ് 800 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ആമ്പിന് വരുന്നത് 3800 രൂപ. അടുത്തതായിട്ട് നമ്മുടെ സബ്വൂഫറിന് വരുന്നത് 3500 രൂപയാണ് വരുന്നത് സബ്വൂഫറിന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാമെന്നുള്ള ഡയറക്റ്റായിട്ട്. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നിരിക്കാം. കമ്പനി നെയിം ജയ എൻ്റർപ്രൈസസ് ആണ്. ഇവിടെ ചോദിക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹമാൻ്റെ 4 പ്രോഡക്റ്റ്സ് നമ്മളിപ്പം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.